എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വെജിറ്റബിൾ മോമോ, വെജ് മോമോസ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാമേ. അതിനായിട്ട് ക്യാബേജ്, ക്യാരറ്റ്, ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി ഇത്ര എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിനായിട്ടുള്ള മാവ് കുഴച്ചെടുക്കാം. 2 കപ്പ് മൈദ, ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. മൈദ അളന്ന പാത്രത്തിൽ ഒരു കപ്പ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്ക് മാവ് കുഴച്ചെടുക്കാം. അധികം ലൂസുമല്ല, എന്നാൽ ഒത്തിരി ടൈറ്റുമല്ല, അങ്ങനത്തെ അതാണ് കുഴച്ചെടുക്കേണ്ടത്. ഇത് കുഴച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതുപോലൊന്ന് സോഫ്റ്റാക്കി എടുക്കാം മാവ്. എന്നിട്ടിതൊരു 10 മിനിറ്റ് നേരത്തേക്ക് നമുക്ക് മാറ്റി വെക്കാം അടച്ച്. പച്ചക്കറികൾ ക്യാബേജും ക്യാരറ്റും ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം ഇവിടെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് നമുക്ക് ഒരു പാത്രത്തിലോട്ട് എണ്ണ ഒഴിച്ച് ചൂടായി വന്നപ്പോൾ അരിഞ്ഞു വെച്ച വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് വാടിയപ്പം കൂടെ തന്നെ സവാള ഇട്ട് കൊടുക്കാം. പച്ചമുളകും ഒപ്പം തന്നെ ഇടാമേ. ഇത് ഒന്ന് വാടി വന്നാൽ മതി, കളർ ഒന്നും മാറുകയൊന്നും വേണ്ട. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച ക്യാരറ്റും ക്യാബേജും കൂടെ ഇട്ട് കൊടുക്കുക. ഇത് ഈ പച്ചക്കറിയിലൊക്കെയുള്ള വെള്ളം പോകാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഇച്ചിരി ഉപ്പും ഇട്ട് കൊടുത്ത് വേവിച്ചൊന്നും എടുക്കണ്ട, ആ വെള്ളം ഒന്ന് പറ്റിച്ചാൽ മതി. കുരുമുളക് പൊടി ഇട്ടു. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇത്ര ഇട്ടിട്ട് ഒന്ന് ഇളക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു 1/2 ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ച് കൊടുത്ത് ഇനി നമുക്കിത് ഇളക്കിയിട്ട് ഒരു പാത്രത്തിലോട്ട് ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. മാവ് 10 മിനിറ്റ് കഴിഞ്ഞു. അതെടുത്തിട്ട് ചെറിയ ഉരുളയുണ്ടാക്കി നമുക്ക് മോമോസ് ഉണ്ടാക്കാനുള്ള ഷീറ്റ് തയ്യാറാക്കിയെടുക്കാം. ഇത് ഷീറ്റ് തയ്യാറാക്കുമ്പോൾ നടുഭാഗത്ത് ചോരം കട്ടിയും സൈഡെല്ലാം കട്ടി കുറച്ചും നമ്മൾ ഉണ്ടാക്കേണ്ടത്. ഒരുപോലല്ല പരത്തിയെടുക്കുന്നത്. എല്ലാം പരത്തി നമുക്ക് എടുത്തുക്കാം. എന്നിട്ട് മോമോസ് ഉണ്ടാക്കി ഇടാനുള്ള വേവിക്കാനുള്ള ഒരു പാത്രത്തിലോട്ട് ഇതുപോലെ ഹോളുള്ള ഒരു പാത്രമാണ്. അതിനകത്തോട്ട് ഇച്ചിരി എണ്ണ തേച്ച് കൊടുക്കണം. മോമോസ് പിടിച്ചിരിക്കാതെ തന്നെയാണ്, പറ്റി പിടിക്കാതിരിക്കാനാണ് എണ്ണ തേക്കുന്നത്. ഇനി നമ്മൾ ഒരു ഷീറ്റ് എടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല അതിനകത്തോട്ട് ഇട്ടിട്ട് അതുകൊണ്ട് ഈ കാണിക്കുന്നത് പോലെ സൈഡിങ്ങനെ ചുരുട്ടി നമുക്ക് ഷേപ്പ് കൊടുക്കാം. ഇതൊരു ഷേപ്പ്. ഇനി നമുക്ക് അടുത്ത വേറൊരു ഷേപ്പ് ഉണ്ടാക്കാം. ഇത് വേറൊരു ഷേപ്പാണ്. അതിനിപ്പോൾ നമ്മൾ 3 ഷേപ്പിലും ഉണ്ടാക്കി. കണ്ടോ, ഇതൊരു ഇലയുടെ ഷേപ്പ്. എല്ലാം ഇതുപോലെ ഉണ്ടാക്കിയിട്ട് വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ഇതുപോലെ ഒരു തട്ട് വെച്ചിട്ട് നമ്മുടെ മോമോസ് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഒരു 15 തൊട്ട് 20 മിനിറ്റ് വരെ നല്ല ഹൈ ഫ്ലെയിം ഇട്ട് വേവിക്കണം.
ഇപ്പം നമ്മുടെ 20 മിനിറ്റ് വെന്ത് നമ്മുടെ മോമോസ് എല്ലാം എടുത്ത് ഞാനിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഉണ്ടോ? നമുക്ക് മോമോസ് സെർവ് ചെയ്യാം. സോസാണ് ഞാനിവിടെ ഇപ്പോൾ ഒഴിച്ചത്. ഇതിൻ്റെ കൂടെ വെളുത്തുള്ളിയുടെ ചട്നിയും മയണൈസും വേണമെങ്കിലും എടുത്ത് കഴിക്കാം. പിള്ളേർക്കൊക്കെ കൊടുക്കാനായിട്ടായതുകൊണ്ടാണ് ഇവിടെ സോസ് എടുത്തത്. രണ്ടൊരു മോമോസ് ഞാൻ മുറിച്ച് കാണിക്കാം. ഇത് കണ്ടോ? എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. മോമോസ് പൊട്ടിപ്പോകാതെ ഉണ്ടാക്കിയിട്ടുണ്ട്. കണ്ടോ? അടിയിലൊന്നും പൊട്ടിപ്പോയിട്ടില്ല. എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ. വീഡിയോ കണ്ടതിന് താങ്ക് യു.